2.5 വർഷം കൊണ്ട് 1,53,103 പട്ടയങ്ങൾ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. റാന്നി മണ്ഡലത്തിലെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി റാന്നി താലൂക്ക് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി. റവന്യൂ വകുപ്പിന്റെ മുദ്രാവാക്യം എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ 4 പട്ടയമേളകളിൽ കേരളത്തിലെ മറ്റൊരു ജില്ലയുടെ പോലും അയൽവക്കത്തെത്താത്ത ജില്ലയാണ് പത്തനംതിട്ട ജില്ല. നിങ്ങളുടെ കുഴപ്പമാണെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ എല്ലാം പലതരത്തിലുള്ള കുഴപ്പങ്ങളുണ്ടാകും. ഇഷ്യൂസിലൊന്നും അവസാനിപ്പിക്കും. ഇത്തവണ നമ്മൾ കൊടുത്തത് 97 പട്ടയങ്ങൾ. ആ 97 പട്ടയങ്ങളിൽ 77 പട്ടയങ്ങളും കോളനിയുമായി ബന്ധപ്പെട്ട പട്ടയങ്ങളാണ്. ബാക്കിയിരിക്കുന്ന 20 പട്ടയം ഏതാണെന്ന് ഞാൻ നോക്കിയില്ല. ബാക്കിയുള്ളത് നമ്മൾ അടൂർ താലൂക്കിലെയും തിരുവല്ലയിലെയും ഒക്കെ കൊടുത്തത് കോളനിയിലുള്ള പട്ടയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളൊരു പട്ടയ മിഷൻ തയ്യാറാക്കി. ഞാൻ ഈ ഇരിക്കുന്നവരോടാണോ തല്ലുകൂടിയത്, ഇതിനു മുമ്പുള്ളവരോടാണോ തല്ലുകൂടിയത് എന്നറിയില്ല. പട്ടയ മിഷനുമായി ബന്ധപ്പെട്ട അദാലത്ത് നടത്തുന്നത് വളരെ ദയനീയമായിരുന്നു നമ്മുടെ സ്ഥിതി. ഡിജിറ്റൽ റീസർവേ കഴിയുന്ന മുറയ്ക്ക് പട്ടയ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ചേത്തക്കൽ വലിയ പതാൽ പട്ടയ പ്രശ്നത്തിൽ MLA-യുടെ നേതൃത്വത്തിൽ യോഗം ചേരും. കൊല്ലാമുള റാന്നി ട്രൈബൽ കോളനിയിലെ സർവേക്ക് തഹസീൽദാർ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിൽ അഡ്വക്കേറ്റ് പ്രമോദ് നാരായൺ MLA, വില്ലേജ് ഓഫീസർമാർ, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Mount Zion Medical College Hospital, Adur, Pathanamthitta.